ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. നമ്മള് ഞണ്ട് കറി ആയിട്ട് ഉണ്ടാക്കണേ. അപ്പൊ അതിനാവശ്യമുള്ള ഉള്ളി തക്കാളി ഒക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം. ഞണ്ട് നമുക്ക് പെട്ടെന്ന് മുറിച്ചെടുക്കാറ്റില്ല, വെള്ളമായി പോവില്ലേ. അപ്പൊ ഇതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയാട്ടോ. അപ്പൊ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ അതിലേക്ക് നമ്മൾ എന്തൊക്കെയാണെന്നറിയാം: ഉള്ളി, വെളുത്തുള്ളി, ചുവന്ന ഉള്ളി, ഒരു പച്ചമുളക്, ലേശ പെരിഞ്ചീരകം, പിന്നെ രണ്ടല്ലി കരിവേപ്പ്, ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പൊ നമ്മളെ തേങ്ങ ഒക്കെ ഇവിടെ വറവായി തുടങ്ങി. നല്ല ടേസ്റ്റി ആയ കറിയാട്ടോ. ഞണ്ട് വറുത്തരച്ച് കറി വെച്ചാൽ ഞണ്ട് കറിക്ക് രണ്ട് കറി വേണ്ടാന്നാട്ടോ, അത്രയും ടേസ്റ്റുള്ള കറിയാണ്. അപ്പൊ എല്ലാരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി വറുത്തരച്ചിട്ട്. ഇപ്പൊ തേങ്ങ ഒക്കെ ഇവിടെ വറവായി. അപ്പൊ അത് നമുക്ക് മാറ്റി വെക്കട്ടോ, ഒന്ന് ചൂടാറിയിട്ട് അരച്ചെടുക്കാം. ഇതാണ് നമ്മളെ ഞണ്ട് കേട്ടോ. അത്ര വലിയ ഞണ്ടൊന്നുമല്ല കേട്ടോ. ഇപ്പൊ മീനിനൊക്കെ ഭയങ്കര വിലയാണ്, ഒന്നും കിട്ടാനില്ല. അപ്പൊ നമുക്കിന്ന് ഞണ്ട് കുറച്ച് കിട്ടിയതാട്ടോ. അപ്പൊ അതിനൊക്കെ ഒന്ന് നന്നാക്കി എടുക്ക. നല്ല ടേസ്റ്റി ആയ കറിയാട്ടോ വറുത്തരച്ച് വെച്ചാല്. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ഞണ്ടൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം. നല്ലോണം ഞണ്ടൊക്കെ മുറിച്ച് കഴിഞ്ഞ് നല്ലോണം ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കട്ടോ. ചില ആൾക്കാരൊക്കെ അത് ഒന്നായിട്ട് കഴുകട്ടോ ചെയ്യുക. ഞങ്ങൾക്ക് എന്തോ വൃത്തിയത് തോന്നും, മുറിച്ചതിൻ്റെ ശേഷം കഴുകുന്നത്. ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പക്ഷെ വേഗം വെള്ളമായി പോകുന്നുണ്ട് എന്നാണ് പറയുക. എന്നാലും നമുക്കൊന്ന് നല്ല വൃത്തി കഴുകിയൊക്കെ എടുക്കട്ടോ. അപ്പൊ നമ്മളെ ഞണ്ടൊക്കെ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ച് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കട്ടോ. തേങ്ങ നമ്മൾ വറുത്ത് വെച്ചതാണ്, അതൊന്ന് അരച്ചെടുക്കാം. അപ്പൊ അതിലെല്ലാ സാധനം ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, ഒരു പച്ചമുളക് കീറിയിട്ടുണ്ട്, കരിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്തതാണ്. നമുക്ക് അതൊന്ന് അരച്ചെടുക്കാം അറിയില്ല. അപ്പൊ നമ്മൾ കറി വെക്കാൻ തുടങ്ങാം. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത്, വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക്, കരിവേപ്പ്, തക്കാളി എല്ലാം കൂടെ നമ്മൾ വഴറ്റാനിട്ട് കേട്ടോ. നമുക്കെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് വേഗം ഒന്ന് വഴറ്റി വരാൻ വേണ്ടി ഒരു സ്പൂൺ ഉപ്പിട്ട്, നമുക്ക് അതേപോലെ ലേശം മഞ്ഞപ്പൊടി ഇടും കേട്ടോ. എന്നാലും ഉള്ളിയും തക്കാളിയൊക്കെ വേഗം വഴറ്റി വരും കേട്ടോ. 1 സ്പൂണ് മഞ്ഞപ്പൊടി ഇടാം. നമുക്ക് എല്ലാ മസാലകളും അതിലോട്ട് ഇട്ട് കൊടുക്കട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി എല്ലാം നമ്മൾ അതിലോട്ട് ഇട്ടിട്ട് വാട്ടിയെടുത്തതാണ്. അത് ക്യാമറ പെട്ടിട്ടില്ല. നമ്മൾ ഞണ്ട് അതിലോട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കട്ടോ.
എല്ലാരും കറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റിയായ കറിയാണ്. അപ്പൊ അത് ആ മസാലയിൽ നമ്മൾ ഞണ്ടൊക്കെ നല്ലോണം ഒന്ന് പുരട്ടിയെടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കട്ടോ. ഞണ്ടൊന്ന് വെന്ത് വരട്ടെ. നമ്മൾ അരപ്പൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഞണ്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. നമ്മൾ അരപ്പ് നമുക്ക് അതിലോട്ട് ഒഴിച്ചെടുക്കാം. ഞണ്ടൊക്കെ നല്ല വെന്ത് വരുന്നുണ്ട്. നമ്മൾ വറുത്തരച്ചതാണത്. അരപ്പ് അതിലോട്ട് ഒഴിച്ചെടുക്കുക. നമുക്ക് ജാറ് കഴുകി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മളെ കറിയില് തേങ്ങൊക്കെ വറുത്തരച്ചതാണ്. അതൊക്കെ ഒന്ന് ഒഴിച്ച് നല്ലോണം ഇളക്കി ഇനി ഒന്ന് തിളച്ച് വെക്കും കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റി ആയൊരു കറിയാട്ടോ ഞണ്ട് വറുത്തരച്ച് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പൊ നമുക്ക് ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ടാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് കറി ഒന്ന് വറവിടട്ടോ. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. ഇനി ചുവന്ന ഉള്ളി അരിഞ്ഞത് കഴിഞ്ഞ് അപ്പം അതൊന്ന് ഇട്ടെടുത്ത് ഇനി ഉള്ളി നല്ലോണം ഒന്ന് ചുവന്ന് വരട്ടെ. ഇപ്പം നമ്മളെ ഉള്ളിയൊക്കെ റെഡിയായി വറവിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയൊരു കറിയാണ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.